ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്കൻ മർത്തമറിയം സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഒന്നിച്ചു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ സ്നേഹനാമത്തിൽ പറയുകയും കർത്താവ് അനുവദിച്ച് ഈ വചനിപ്പ് പെരുന്നാളും 40-ാം വെള്ളിയാഴ്ചയും ഒക്കെ പ്രാർത്ഥനാപൂർവം കൊണ്ടാടിയതിനു ശേഷം ഒരുമിച്ച് സ്തുതിക്കുവാനായിട്ട് കൂടി വന്ന എല്ലാവർക്കും അനുഗ്രഹം നൽകുവാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനായിട്ടും പ്രാർത്ഥിക്കാനായി ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛനോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ വന്ന് അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. 40 ദിവസം അവിടുന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. സാത്താന്റെ പരീക്ഷയിൽ അങ്ങ് അകപ്പെട്ടു, എങ്കിലും അതിനെ അതിജീവിച്ച് നിന്റെ കരുത്ത് ആത്മീകമായി ഞങ്ങൾക്ക് പകർന്നു തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെതും കൃപയുടേതുമായി തീരണമേ. തുടർന്നുള്ള കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ നിന്റെ രാജകീയമായ യെരൂശലേമിലേക്കുള്ള എഴുന്നള്ളത്തും അവിടുന്ന് അനുഭവിച്ച കഷ്ടതകളും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ, അതിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെയും കുറവുകളെയും ഓർക്കാതെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു അവരെല്ലാവരെയും ഈ സമയം ഓർക്കുന്നു. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഞങ്ങളുടെ യുവാക്കൾ, ഞങ്ങളുടെ മക്കൾ, പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, ജോലിക്കായി അന്വേഷിക്കുന്നവർ, രോഗത്തിലും ദുഃഖത്തിലും ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർ എല്ലാവരെയും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ ദിവസങ്ങളും അനുഗ്രഹത്തിൻ്റെതും കൃപയുടേതും സ്വർഗത്തിൽ നിന്ന് വർഷിച്ചു തരുന്ന നന്മകളെ ഓർത്ത് ജീവിപ്പാൻ ഞങ്ങൾക്കിടയാകണം. ഈ പരിശുദ്ധ നോമ്പിലൂടെ ആർജിച്ചെടുത്ത ആത്മീകമായ അനുഭവം മുൻപോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്ക് വഴിയാഹാരമായി തീരുവാൻ ഇടയാകണമേ. സകല നന്മകളിൽ ഞങ്ങളെ നിറയ്ക്കണമേ. വാങ്ങിപ്പോരെ അബ്രഹാമിനെ വസിപ്പിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും അനുഗ്രഹിക്കണം. പരിശുദ്ധ സഭയുടെ മൂറൻ കൂദാശ ഭംഗിയായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് വ്യാപരിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ ആദ്യം തന്നെ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാറിയാനിസ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചുമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഡിട്രോയിറ്റ് റീജിയൻ ആണ് ഈ പ്രാർത്ഥന നയിക്കുന്നത്. ഫിലിപ്പ് ജേക്കബ് അച്ഛൻ, പിസ് ജോർജ് അച്ഛൻ, ഷോൺ അച്ഛൻ, ജെറി ജോൺ അച്ഛൻ, ജോൺ ഷമ്മാശൻ, ജെയിംസ് ചെറിയാൻ അച്ഛൻ, എല്ലാ വൈദ്യ ശ്രേഷ്ഠരെയും പശ്മമാര്, മർത്തമറിയം സമാജം ഭാരവാഹികള്, മെമ്പേഴ്സ്, ഇന്ന് ധ്യാന പ്രസംഗം നടത്തുന്ന ബഹുമാനപ്പെട്ട സറാഫ് പൊള്ളച്ചൻ, എല്ലാവരെയും ഒന്നുകൂടി പ്രാർത്ഥന സമർപ്പിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമുക്ക് പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട സിന്ധു രാജ പാടുന്നത് കേൾക്കാം. നോമ്പാൽ തന്റെ മനുഷ്യത്വം കാട്ടിയതേ വസുധ ഞങ്ങൾ ദുശ്ചിന്ത ജയിച്ചി നോമ്പാൽ ആത്മീയന്മാർ ആകണമേ. യുദ്ധം താനോടു ചെയ്യുവാൻ
ഞങ്ങൾക്കേകീണം ശക്തി ഭക്താപേക്ഷകൾ കൈക്കൊണ്ട് നോമ്പിൽ നീ മോദിക്കണം. നോമ്പിന്റെ സമയത്തുള്ള പ്രത്യേകമായ ഗീതങ്ങൾ പാടി സഹായിക്കുന്ന എല്ലാ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ചിന്തൂരാജന് കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ബൈബിൾ വായിച്ച് അനുഗ്രഹപ്രദമാക്കിയ റുസി പ്രസാദിനെയും പ്രിൻസി ശാമുവലിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുമോൾ പണിക്കരാണ് വായിക്കുന്നത്. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. സെയിന്റ് മാത്യു ചാപ്റ്റർ 4 വേഴ്സസ് 1 to 11. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കേൾക്കാമോ ആന്റി? കേൾക്കാമല്ലോ, കേൾക്കാം. മാത്യു 4 1 തൊട്ട് 11 വരെ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാചു അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അകത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ താഴോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്നു അവനെ ശുശ്രൂഷിച്ചു. പാറയ്ക്കുമോർ. പ്രിയപ്പെട്ട കുഞ്ഞുമോൾ പണിക്കരും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെയും പ്രാർത്ഥനയുടെയും സമയമാകുന്നുവല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥന ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനുവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു.
നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കമോർ, മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരകയറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ സ്ലീവായുടെ പ്രകാശം എന്റെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്ക് പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവെ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലതു കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹാ, എന്റെ വായു നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ അച്ഛന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നാം ഒരുമിച്ച് ചെയ്ത ഈ പ്രാർത്ഥന കൊണ്ട് നാം ഇരിക്കുന്ന ഇടങ്ങൾ, നമ്മുടെ ഇടവക, നാം പ്രവർത്തിക്കുന്ന ഇടം, നാം വിട്ടുവന്ന രാജ്യം, നാം ഇരിക്കുന്ന രാജ്യം, യുദ്ധത്താൽ വിഷമിക്കുന്ന രാജ്യങ്ങൾ, ലോകത്തെമ്പാടുമുള്ള മക്കൾ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഒരു പാട്ടോടുകൂടി നമ്മൾ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട ഷീബ പാട്ട് പാടുന്നു. കേക്കാവോ ആന്റി? കേൾക്കാമല്ലോ. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസതും ചാഞ്ഞു പരൻ, കണ്ടിടുക പ്രിയനെ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ, കണ്ടിടുക പ്രിയനെ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. ശിരസിൽ മുൾമൂടി അണിഞ്ഞവനായി ഹൃദയം നിന്നയ തകർന്നവനായി, വേദനയാലേറ്റം വലഞ്ഞവനായി തൻ ജീവനെ വെടിയുന്നു സ്വയം നിനക്കായി, വേദനയാലേറ്റം വലഞ്ഞവനായി തൻ ജീവനെ വെടിയുന്നു സ്വയം നിനക്കായി. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കളങ്കമില്ല ദൈവ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ ചുമന്നുകൊണ്ട് വാനിനും ഭൂവിനും മധ്യേ തൂങ്ങിടുന്നു, ലോകത്തിൻ പാപങ്ങൾ ചുമന്നുകൊണ്ട് വാനിനും ഭൂവിനും മധ്യേ തൂങ്ങിടുന്നു. സാമർത്ഥ്യായി ജീവജലം തരുവാൻ പാനീയയാഗമായി തീർന്നവനെ, കൈപ്പു നിർദാഹത്തിനേകിടവേ നിനക്കായി അവനായതും പാനം ചെയ്തു, കൈപ്പു നിർദാഹത്തിനേകിടവേ നിനക്കായി അവനായതും പാനം ചെയ്തു. പാതകർക്കായി ക്ഷമയാചിച്ചവൻ പാതകലോകം വെടിഞ്ഞിടുമ്പോൾ നിവർത്തിയായി സകലമെ നോദിയഹോ സ്വന്ത പ്രാണൻ പിതാവിനെ ഏൽപ്പിക്കുന്നു, നിവർത്തിയായി സകലമെ നോദിയഹോ സ്വന്ത പ്രാണൻ പിതാവിനെ ഏൽപ്പിക്കുന്നു. തൻ തിരുമേനി
തകർന്നവനായി തങ്കനീണം ചിന്തിയതിനാൽ നിൻ വിലയല്ലോ നൽകിയവൻ നിന്നെ സ്വർഗീയ സമ്പൂർണനാക്കിടുവാൻ. നിൻ വിലയല്ലോ നൽകിയവൻ നിന്നെ സ്വർഗീയ സമ്പൂർണനാക്കിടുവാൻ. കണ്ടാലും കാൽവറിയിൽ കുരിശിൽ ശിരസതും ചാഞ്ഞു പരൻ. കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. ആമേൻ. ഷീബയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. ആ വചനം നമുക്ക് സൗഖ്യം, നമ്മുടെ ശുദ്ധി, നമ്മുടെ പ്രൊട്ടക്ഷൻ കേൾക്കുന്ന നമുക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മക്കൾക്ക് അനുഗ്രഹമാകുവാനും വചനം കേൾക്കാൻ താല്പര്യമില്ലാത്തവരെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിട്ടുണ്ട്. വചനം നാം നേരത്തെ വായിച്ചു കേട്ടതുപോലെ ഞാൻ സംസാരിച്ച വചനങ്ങൾ നിങ്ങൾക്ക് ആത്മാവും ജീവനുമാണെന്ന് കർത്താവ് പറഞ്ഞു നിൽക്കുന്ന യോഹന്നാൻ സുവിശേഷത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട എബി എബ്രഹാമച്ചൻ, ബഹുമാനപ്പെട്ട സിറ പൊളച്ചനെ സ്വാഗതം ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ 40 ദിവസത്തെ നോമ്പിന്റെ അനുഭവങ്ങൾ പൂർത്തീകരിച്ച് പുതിയൊരു അനുഭവത്തിലേക്ക് നമ്മൾ എല്ലാവരും ചേർന്ന് വരികയാണ്. ഇന്ന് 40 ദിവസങ്ങൾ പൂർത്തീകരിച്ചു നോമ്പിന്റെ. നാളെ ലാസറിന്റെ ശനിയാണ്, അല്ലെങ്കിൽ നമ്മൾ പലയിടങ്ങളിലും അതിനെ കൊഴുക്കട്ട ശനി എന്നൊക്കെ പറയും. ഈ കൊഴുക്കട്ട ശനി എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ഞാൻ കുറെ നാൾ മുമ്പ് അന്വേഷിച്ചു പോകും. കാരണം തെക്കൻ പ്രദേശങ്ങളിൽ അങ്ങനെ കൊഴുക്കട്ട ശനി അത്ര കാര്യമായി കൊണ്ടാടുന്ന ഒരു പേരല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല. പക്ഷെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ ഞാൻ പോയ ഇടവുകളിലൊക്കെ സന്ദർശിച്ച ഇടവുകളിലൊക്കെ അങ്ങനെ കൊഴുക്കട്ട ശനി. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്, ഭൂമിയെ പിളർക്കുന്നത് പോലെ എന്നൊരു ഭാഗമാണ്. അതുപോലെയാണ് ഈ കൊഴുക്കട്ട ഇങ്ങനെ പിളർന്ന് നമ്മൾ എടുക്കുന്ന ഒരനുഭവം ഉണ്ട് എന്ന് പ്രായമായ ചില ആളുകൾ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഞാനിത് അന്വേഷിച്ചപ്പോൾ അതുമായിട്ടൊരു ബന്ധം അതിനുണ്ട്. അതിന് കൊഴുക്കട്ട ശനി, അത് ലാസർ ഉയർത്തെഴുന്നേറ്റതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചേർത്ത് വായിക്കാവുന്നതാണ്. അത് പല ചിന്തകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ക്രിസ്തുവിന്റെ രാജകീയമായ വരവേൽപ്പിന്റെ എഴുന്നള്ളത്തിന്റെ ദിവസമാണ്. പിന്നീട് നമ്മൾ കഷ്ടാനുഭവ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ആ ദിവസങ്ങൾ നമുക്ക് അനുഗ്രഹത്തിനും കൃപയ്ക്കും ധ്യാനത്തിനും സമർപ്പണത്തിനുമുള്ള സമയമാണ്. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ചില പള്ളികളിലൊക്കെ നോട്ടീസ് അടിക്കാറുണ്ട്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവ ആചരണം എന്നടിക്കാറുണ്ട്. ഞാൻ പോകുന്ന പള്ളികളിൽ പറയാം, അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കരുത്. നമ്മുടെ ആചാരമല്ല, ഇത് ആചാരമല്ല, മറിച്ച് ഇതൊരു അനുഭവമാണ്. കഷ്ടാനുഭവം എന്നാണ് പറയുന്നത്. നമ്മൾ അത് അനുഭവിക്കുകയാണ് ജീവിതത്തിൽ, അതിനോട് ചേർന്ന് അതിനെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തോട് ഏകീഭവിക്കുവാനുള്ള ദിവസങ്ങൾ, ആചരിക്കാനുള്ള ദിവസങ്ങളല്ല, അതിനോട് ഏകീഭവിക്കാനുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് ആ ദിവസങ്ങൾ നമുക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ. നമുക്കിനിയും അടുത്ത ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടുന്നില്ല. ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച ധ്യാനമില്ല. എല്ലാവർക്കും
ഇഷ്ടാനുഭവ ആചരണത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിന്റെ പ്രത്യാശയും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള ദിവസങ്ങളും അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സെറാ പോളച്ചനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മളോടൊപ്പം പലതവണ ആയിരുന്ന ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ്. നമ്മുടെ ഭദ്രാസനം രണ്ടായപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരല്പം പേരുകൊണ്ട് മാറിപ്പോയി എന്നേ ഉള്ളൂ. എങ്കിലും നമ്മളിൽ ഒരാളാണ് പ്രിയപ്പെട്ട സെറാ പോളച്ചൻ. എഡ്മണ്ടണിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രേഷ്ഠമായ ദൈവിക ശുശ്രൂഷ അവിടെ നയിക്കുന്നു. ഇടവകയ്ക്ക് അനുഗ്രഹകരമായ നേതൃത്വം നൽകുന്നു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാൻ, അല്ലെങ്കിൽ നമുക്ക് ദൈവവചനത്തെ നൽകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, കാരണം ഞാൻ ലാസ്റ്റിൽ ഇത് പറയാനിരുന്ന പല ആളുകളും ആ സമയമാകുമ്പോഴത്തേക്ക് എക്സിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ നിർഭാഗ്യകരമായ ഒരു അനുഭവം നിങ്ങളിൽ പല ആളുകളും ഉണ്ടാവുന്നത്. ടെക്നോളജിയാണ് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാം. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ പല ദിവസങ്ങളിലും നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ ഓൺ ആക്കണം. ഡു നോട്ട് മാസ്ക് യുവർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി നിങ്ങളുടെ പേരുകൾ അതിൽ എഴുതാൻ ശ്രദ്ധിക്കണം. ഈ ഐഫോൺ, സൂം യൂസർ, മറ്റു ചില പേരുകൾ നമ്മൾ 1516 1234 എന്നൊക്കെ ഇട്ട് വെച്ചാല് നമുക്കിത് ആരാണ് കയറുന്നത് എന്ന് അറിയാം. കാരണം നമ്മുടെ ഒരു ക്ലോസ് കമ്മ്യൂണിറ്റിയാണ്, നമുക്കറിയാം ആരാണെന്ന്. ഇറ്റ്സ് നോട്ട് ഓപ്പൺ ഫോർ ഓൾ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം. ഇതിന്റെ അകത്ത് ആരും ഇതിനകത്ത് ചാരന്മാരായി വന്നിരിപ്പില്ല എന്ന് നമുക്കറിയാം. നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിൽ അങ്ങനെ തെറ്റുണ്ട്, കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദയവായിട്ട് മ്യൂട്ട് ചെയ്ത് വെക്കണേ. നമ്മുടെ ഐഡന്റിറ്റി അറിഞ്ഞാൽ നമുക്ക് ആരാണ് കയറുന്നത്, ആരാണ് പുറത്തുനിന്ന് കയറുന്നത്, ആരാണ് അകത്തു നിന്ന് കയറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേഗം. പ്രത്യേകിച്ച് നിങ്ങളുടെ വീഡിയോ ഉണ്ടെങ്കിൽ ഇത് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ഹൂ. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വലിയ റിസർച്ച് ഒക്കെ നടത്തേണ്ടി വരും. അതുകൊണ്ട് ദയവായിട്ട് ഒന്നാമത് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, വീഡിയോ ഓണാക്കാൻ കഴിയുന്നത് ജോലിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് എനിക്കറിയാം, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള ആളുകളൊക്കെ എനിക്ക് മനസ്സിലാകും. വീട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ദയവായി പ്ലീസ് ഐ റിക്വസ്റ്റ് യു, എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നതല്ലേ, ടെക്നോളജിയാണ്. അതുകൊണ്ട് ദയവായിട്ട് ആര് എന്ന് നമുക്കറിയത്തക്ക വിധത്തിൽ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി. ഫോൺ നമ്പർ ഉള്ള ആളുകൾ ദയവായിട്ട്, നിങ്ങൾ ചിലപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് അത് സ്വയം ചെയ്യാൻ അറിയാൻ വയ്യെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ പേര് സൂം മീറ്റിംഗിൽ ഒന്ന് ഇട്ട് വെച്ചാൽ ഇത് ആരാണ് കയറുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് പ്ലീസ് റിവീൽ യുവർ ഐഡന്റിറ്റി, ഡോണ്ട് മാസ്ക് ഇറ്റ്. അത് ദയവായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോ ഐഫോൺ ഒരുപാടുണ്ട്. ആരാ ഐഫോൺ? നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ദയവായിട്ട് പലർക്കും ഐ നോ യു ഓൾ ഹാവ് കൺസേൺസ് അബൌട്ട് ദാറ്റ്. ഇതിനെക്കുറിച്ചൊക്കെ കൺസേൺ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതും കൂടി ചെയ്യണം എന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഡോണ്ട് മേക്ക് ഇറ്റ് എ പബ്ലിക് തിങ് or Zoom meetings link or anything, password or anything. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും പോസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലി കൊടുക്കാൻ പറ്റുമെങ്കിൽ പേഴ്സണലി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും, നിങ്ങൾ ഫേസ്ബുക്ക് പോലെയുള്ളിടത്ത് നിങ്ങൾ ചില പബ്ലിക് ഫിഗേഴ്സ് ഉണ്ട്, ദയവായിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യരുത് എന്ന്. കാരണം ഇത് കാണുന്നത് ആരാണ്, എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാൻ വയ്യാത്ത ഒരാൾ അതിൻ്റെ അകത്ത് കയറിയത്. നമുക്ക് പെട്ടെന്ന് ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ് എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ അത് അങ്ങനെ നമുക്ക് വിചാരിക്കാൻ തരമില്ല. പക്ഷെ നമുക്ക് എന്തായാലും ദൈവം സഹായിച്ചു, നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിന് യാതൊരു കുഴപ്പമില്ല, അതിൽ കയറിയ ആളുകൾക്കും കുഴപ്പമില്ല. വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് വിത്ത് IT പ്രൊഫഷണൽസ്. എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ചു, ഭദ്രാസനവുമായി സംസാരിച്ചു. യാതൊരു കുഴപ്പവും ആർക്കും ഉണ്ടാകത്തക്ക വിധത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട്
നിങ്ങൾ പ്രത്യേകമായി ആ കാര്യത്തിൽ ഭയവും ആശങ്കയും ഒന്നും വേണ്ട. വിൽ കണ്ടിന്യൂ ആസ് യൂഷ്വൽ. നമ്മുടെ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന ലിങ്കുമാണ്, പക്ഷെ വി ഹാവ് ചേഞ്ച് ദ പാസ്വേഡ്. നമ്മൾ പാസ്വേഡ് മാത്രം ചേഞ്ച് ചെയ്തു. നമ്മൾ അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ആശങ്കയുടെ കാര്യമില്ല. പല ആളുകളും ആശങ്കപ്പെട്ടു, പല ആളുകളും ചോദിച്ചു. ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. ആശങ്കയ്ക്ക് വകയുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേടിക്കാനുള്ള വകയുണ്ട്. പേടിച്ചവരെ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. നമ്മുടെ ഒരു സഭയുടെ പ്ലാറ്റ്ഫോം. അതുകൊണ്ട് യു ഹാവ് ടു പുട്ട് യുവർ നെയിം. നമുക്ക് അറിയണം ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് കയറുന്നത് എന്ന് നമുക്കറിയണം. ഞാൻ പള്ളിയുടെ പേരോ നിങ്ങളുടെ നാടോ സ്ഥലമോ ഒന്നും ചോദിക്കുന്നില്ലെങ്കിലും ആ പേര് നമുക്കുണ്ടെങ്കിൽ നമുക്കറിയാം. നമ്മുടെ പേരുകളെല്ലാം ഇന്ത്യൻ പേരുകൾ, മലയാളി പേരുകൾ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അത് ആരാണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഇതിന് ശേഷമാണെങ്കിൽ നമുക്കൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ആരാണ് എവിടെ നിന്നാണെന്ന് മനസ്സിലാകത്തക്ക വിധത്തിൽ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ അതിനോട് സഹകരിക്കണം. പിന്നെ കയറുന്ന ആളുകൾ ദയവായിട്ട് 12 മണിക്ക് മുൻപ് കയറാനായിട്ട് ശ്രമിക്കണം. എന്തെങ്കിലും ഉണ്ടായാൽ വി ഹാവ് ടു ലോക്ക് ദാറ്റ്. നമുക്ക് ചില കാര്യങ്ങളിൽ ചില സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. കഴിയുന്നിടത്തോളം ആളുകൾ 12 മണിക്ക് മുൻപായിട്ട് തന്നെ കയറാൻ ശ്രമിക്കണം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്യണം. നമുക്കൊരു സേഫ്റ്റി മെഷർ മാത്രമേ ഉള്ളൂ, സംഭവിക്കും എന്നല്ല. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഭയപ്പെടാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണിത്. സെയിം പ്ലാറ്റ്ഫോം നമ്മൾ പലതിനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെയും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളുടെ ആശങ്ക വേണ്ട എന്ന് പറയാനായിട്ട് മാത്രമേ ഞാൻ ഈ സമയം എടുത്തുള്ളൂ. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പേടിക്കാനോ ഭയപ്പെടാനോ ആയിട്ടുള്ളതൊന്നുമല്ല. പരമാവധി ആളുകൾ, കഴിയുന്നിടത്തോളം ആളുകൾ, നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ വീഡിയോസ് ഓൺ ചെയ്താൽ അതായിരിക്കും നമുക്ക് ഏറ്റവും സന്തോഷം. അത് പ്രസംഗിക്കുന്ന ആളിനും അത് നമുക്കും എല്ലാ തരത്തിലും അതായിരിക്കും നല്ലത് എന്ന് ഞാൻ എല്ലാ ആഴ്ചയും പറയാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ അതീവമായ ഒരു ശ്രദ്ധ നിങ്ങൾ ഉണ്ടാവണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു V3. ഞങ്ങൾ 3 പേരെയും നിങ്ങൾക്ക് ഏത് സമയത്തും യു ക്യാൻ റീച്ച് ഔട്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ആശങ്കകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ യു ക്യാൻ റീച്ച് ഔട്ട് അറ്റ് എനി ടൈം. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സാറാ പോളച്ചന്റെ ഒരു അല്പസമയം ഞാൻ അല്പം ഒന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു പോയത്. ദയവായി ക്ഷമിക്കുക. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇന്നത്തെ ദൈവവചനത്തിനായിട്ട് ഘോഷണത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛൻ കേൾക്കാന്ന് വിചാരിക്കുന്നു. അതെ അച്ഛൻ, കേൾക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഒത്തിരി നാളായി എല്ലാവരെയും കണ്ടിട്ട്. ദൈവത്തിൻ്റെ വിലയേറിയ കൃപകള് നമ്മൾ അനുഭവിച്ച്, പ്രത്യേകിച്ച് നോമ്പ് കാലത്തിലൂടെ, 40 ദിവസത്തെ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി കർത്താവിൻ്റെ കഷ്ടാനുഭവിച്ച ആഴ്ചയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ അതൊരു ആചാരമല്ല, അതിനപ്പുറമായിട്ട് അതൊരു അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക, കർത്താവിനോടൊപ്പം തന്നെ ക്രൂശിക്കപ്പെട്ട്, കർത്താവിനോടൊപ്പം തന്നെ ഖബറടക്കപ്പെട്ട്, കർത്താവിനോടൊപ്പം തന്നെ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു വിളി കൂടിയാണ് കഷ്ട അനുഭവ ആഴ്ച എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷനായിട്ടൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വായിച്ചു കേട്ട വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. കർത്താവ് മരുഭൂമിയിൽ പോയി 40 ദിവസം നോമ്പ് നോറ്റ് കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ഒരു ഒരുക്കത്തിൻ്റെ അനുഭവമാണ്. ഒരു വേദപുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയ വചനം എടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ്.
എഫീസർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ആർക്കെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽക്കുവിൻ. അതെ, 6-ാം അധ്യായത്തിന്റെ 4 ഭാഗമായിട്ടാണത് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള എങ്ങനെയായിരിക്കണം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അതാണ് പൗലോസ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 5 മുതൽ 9 വരെയും ദാസനും യജമാനനും തമ്മിൽ ബോണ്ട് സെർവൻസ് ആൻഡ് മാസ്റ്റേഴ്സ് അവരെങ്ങനെയായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയുന്നൊരു ഭാഗമാണ് ദി ഹോൾ ആർമർ ഓഫ് ഗോഡ്. പ്രത്യേകിച്ച് ക്രിസ്തു മരുഭൂമിയിൽ പോവുകയും അവിടെ പരീക്ഷിക്കപ്പെടുകയാണ്. എത്ര പ്രാവശ്യം പരീക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്? 3 പ്രാവശ്യം. ആ 3 പ്രാവശ്യം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ എല്ലാം ചിന്ത ചില ഭാഗങ്ങളിൽ പറയുമ്പോൾ, പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഹവ്വായെ ശരിക്കും പരീക്ഷിച്ചത് പാമ്പാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മൃഗം, ഒരു പാമ്പ്, അതൊരു പൈശാചിക ചിഹ്നമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് നമ്മള് സിനിമകളൊക്കെ കാണുമ്പോൾ, ക്രിസ്തുവിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ അവിടെ കാണുന്നത് ഒരു പാമ്പ് ഇങ്ങനെ വന്നിട്ട് ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ആര് തമ്മിലുള്ള പോരാട്ടമാണ് ശരിക്കും മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പോരാട്ടം എന്ന് പറയുന്നത് മറ്റുള്ള സഹജീവികളോടോ അല്ലെങ്കിൽ മറ്റുള്ള ദൈവത്തിന്റെ സൃഷ്ടികളോടല്ല. പിന്നെ ആരോടാണ് നമ്മളുടെ പോരാട്ടം എന്ന് പറയുന്നത്? യഥാർത്ഥമായ പോരാട്ടം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അന്ധകാര ചിന്തകളാണ്, ദുഷ്ടചിന്തകളാണ്. ഈ അന്ധകാര ചിന്തകളോട് നമ്മൾ പോരാടുകയാണ്. അപ്പൊ അതിനൊരു ഒരുക്കം വേണം. ഈ പോരാട്ടം എന്ന് പറയുന്നത് എളുപ്പത്തിൽ നമ്മളെ പ്രത്യേകിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും ആ ഒരുക്കമുണ്ട്, ഇല്ലേ? ഇപ്പൊ തന്നെ ഇവിടെ ഒരു ഒരുക്ക ശുശ്രൂഷ നടന്നു. എപ്പോഴും ഒരുക്ക ശുശ്രൂഷ നടന്നേ? ഒരു കൗമ ചൊല്ലി ഒരുക്ക ശുശ്രൂഷ നടക്കുകയാണ്, അല്ലെ? നമ്മുടെ മാമോദീസയ്ക്ക് ഒരുക്ക ശുശ്രൂഷയുണ്ട്, വിവാഹ കൂദാശയ്ക്ക് ഒരുക്ക ശുശ്രൂഷയുണ്ട്, മൂറോൻ കൂദാശയ്ക്ക് ഒരുക്ക ശുശ്രൂഷയുണ്ട്. ഏതൊരു കൂദാശയ്ക്കും കുർബാനയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്ക ശുശ്രൂഷയുണ്ട്. അപ്പൊ ഏതൊരു കാര്യത്തിനും ശുശ്രൂഷകളെല്ലാം വിടുക അല്ലെങ്കിൽ കൂദാശകളെല്ലാം വിടുക, നിങ്ങൾ പോകുന്ന ഒരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരുക്കമുണ്ട്, അല്ലെ? ഒരുങ്ങാതെ ആരും പുറത്തിറങ്ങാറില്ല. അതിന് വേണ്ടതായ എല്ലാ ഒരുക്കങ്ങളോട് കൂടിയാണ് നമ്മൾ എവിടെയും പോകുന്നത്. അപ്പൊ ഒരുക്കം എന്ന് പറയുന്നത് യഥാർത്ഥമായ മനുഷ്യന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഒരുങ്ങുവാനായിട്ട് സാധിക്കുന്നത്? ഒരുക്കം എന്ന് പറയുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത്? ജെറോം എന്ന് പറയുന്ന ഒരു പിതാവ് പ്രകാരം പറയുന്നുണ്ട്, ഇഫ് എനിവൺ therefore has peace, he should with the gospel of Christ. With this footwear, he is prepared to walk. Being prepared, however, he does well not to imagine himself already perfect. Rather, he merely is prepared to press on, and by pressing on hopes to arrive at the goal. വളരെ ഒരു എന്തോ പറയുന്നത്, നമ്മളൊരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഒരു ഒരുക്കമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കൃപയുണ്ട്. നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ കുഴപ്പമില്ല അല്ലെങ്കിൽ അവൾ കുഴപ്പമില്ല, അവളുടെ ഒരു
ആ മുഖത്തിന്റെ ഒരു പ്രകാശം കാരണം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് കൃപയാണ്, ദൈവകൃപയാണ്, ദൈവ തേജസ്സാണ്. അത് എല്ലായിടത്തും പരിലസിക്കും. ഒരുത്തൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയും പരിലസിക്കും. ആ വ്യക്തി കടന്നു ചെല്ലുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാകും. ആ വ്യക്തി കടന്നു ചെല്ലുമ്പോൾ അവിടെ പ്രകാശം ഉണ്ടാകും. ആ വ്യക്തി കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് അന്ധകാരം നീങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു കടന്നു വരുമ്പോൾ ക്രിസ്തു പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. പ്രകാശം നമ്മളിലേക്ക് കടന്നു വരികയാണ് അല്ലെ? നമ്മുടെ ഓരോ ശുശ്രൂഷകളിലും നമ്മൾ ആ പ്രകാശത്തെ നമ്മൾ ധ്യാനിക്കുകയും ആ പ്രകാശം നമ്മളിലേക്ക് നമ്മുടെ ഇരുട്ട് എടുത്തു മാറ്റുവാനായിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ കടന്നു ചെല്ലുകയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് വിത്ത് ദിസ് ഫുഡ് വിയർ. എന്താണ് ഫുഡ് വിയർ എന്ന് പറയുന്നത്? ഒരുത്തൻ സമാധാനം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കുക മാത്രമല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും വളരെ പ്രയാസമുള്ള ഒരു കാര്യം. കേൾക്കാൻ എളുപ്പമാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ എളുപ്പമാണ് അല്ലെ? കാരണം ചെവി ഒന്ന് തുറന്നു വെച്ചാൽ മാത്രം. പക്ഷെ ഇത് ജീവിതത്തിലേക്ക് ഇതൊന്ന് ഒരു പ്രാക്ടീസ് ചെയ്യുവാനായിട്ട്, പ്രാക്ടീസ് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുവാനായിട്ട്, പരിശീലനം നടത്തുവാനായിട്ട്, സെമിനാരി എന്ന് പറയുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട അച്ഛന്മാരെല്ലാം അവിടെ ഒരു പരിശീലന കളരിയാണ്. കളരിക്ക് പരിശീലനം വേണം അല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത്? ദൈവവചനം വിതയ്ക്കുവാനായിട്ട് അവിടെ ഒരുക്കപ്പെടുകയാണ്. അപ്പൊ അവിടെ ഒരു പരിശീലനമാണ്. എങ്ങനെയാണ് നീ വിതയ്ക്കേണ്ടത്? നമുക്കറിയാം വിതക്കാരൻ എങ്ങനെയാ വിതയ്ക്കാൻ പോകുന്നതൊക്കെ നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ നീ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ നീ എങ്ങനെയാണ് കർത്താവിന്റെ വചനം വിതയ്ക്കേണ്ടത്? ആരിലേക്കെല്ലാം എത്തിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും? എങ്ങനെയാണ് അവരെ നീ സമീപിക്കേണ്ടത്? നിന്റെ മറ്റുള്ളവരുമായിട്ടുള്ള നിന്റെ സഹവാസം എങ്ങനെയായിരിക്കണം? ഇതിനെക്കുറിച്ചെല്ലാം ആഴമായി പഠിപ്പിക്കുകയും ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വെളിച്ചത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആനന്ദത്തിന്റെ, ഇതിന്റെ എല്ലാം, സമാധാനത്തിന്റെ എല്ലാം, വിശ്വാസത്തിന്റെ എല്ലാം യജമാനനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോ നമുക്ക് എന്തിനും ഒരു ഒരുക്കം, പ്രത്യേകിച്ച് നമ്മൾ ഈ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഇന്ന് നാട്ടില് 40-ാം വെള്ളിയാഴ്ച മൂറോം കൂദാശിയായിരുന്നു. വിശുദ്ധ മൂറോം കൂദാശിക്ക് 40 ദിവസത്തെ ഒരുക്കമാണ്. ആ 40 ദിവസം ഈ നോമ്പോടൊപ്പം തന്നെ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ഇപ്പൊ എന്തിനും നമുക്ക് ഒരു ഒരുക്കം വേണം. നമ്മുടെ കുടുംബത്തിലായിരുന്നാൽ നമുക്ക് ഒരു ഒരുക്കം നമുക്ക് ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ജോൺ ക്രിസോസ്റ്റം പിതാവ് ഇപ്രകാരം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് മോർ അൺസർട്ടൻ ഇൻ വാട്ട് സെൻസ് ദിസ് വാസ് സെഡ്. വാട്ട് ദെൻ ഈസ് ഇറ്റ് മീനിങ്? They are noble griefs, doubtless, with which he invested us. Either then he means this, that we should be prepared for the gospel and should make use of our feet for this, and should prepare and make ready its way before it. Or if not this, at least that we ourselves should be prepared for our departure. വീണ്ടും അദ്ദേഹം പറയുകയാണ്, the preparation then of the gospel of peace is nothing else than a most virtuous life. പ്രവാചകൻ, പ്രത്യേകിച്ച് ദാവീദ് രാജാവ് സങ്കീർത്തനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, you will prepare the heart, you will cause your ear to hear. നിന്റെ ഹൃദയത്തെ ഒരുക്കുവാനായിട്ടാണ് പറയുന്നത്, നിന്റെ മനസ്സിനെ ഒരുക്കുവാനായിട്ട്. നമുക്ക് പലപ്പോഴും ഈ മനസ്സിനെ നമുക്ക് കടിഞ്ഞാനിടാൻ പറ്റാത്തതിന്റെ കാരണം നമ്മുടെ ഒരുക്കമില്ല. നമ്മൾ പറയുന്നു മാത്രമേ ഉള്ളൂ. നോമ്പ്, പ്രാർത്ഥന, 40 കുമ്പിടിയില്,
ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ഒരു മെഡിറ്റേഷൻ, ഒരു റിട്രീറ്റ്. സാധാരണ നടക്കുന്ന റിട്രീറ്റ് എന്ന് പറയുന്നത് ഒരു വിഡ്രോവൽ ആണ്, അല്ലെ? വിഡ്രോവൽ എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുകയാണ്. എന്തിൽ നിന്നാ പിൻവാങ്ങേണ്ടത്? നല്ലതിനെ തിരഞ്ഞെടുക്കുക, തിന്മയെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം പിൻവാങ്ങുകയാണ്. എനിക്ക് പറ്റുകയില്ല, ഞാൻ അതിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നെല്ലാം പിൻവാങ്ങുന്നതാണ് യഥാർത്ഥമായ ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ 40 ദിവസം നമ്മൾ നോമ്പ് നോക്കിയെന്ന് അതിന് ഉറപ്പ് വരുത്തുന്നത് എന്താണ്? നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. നമ്മൾ ഇതുവരെയും ചിന്തിച്ചതല്ല ഇനി ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ധാരണ അതിൽ നിന്ന് മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ കാണുന്നത് പോലെയല്ല ഒരു വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം പറയുന്ന ഒരു ഒരുക്കത്തിന്റെ കാര്യം പറയുന്നത്. എന്തിനും നമുക്കൊരു ഒരുക്കം ഉണ്ടാകണം. ഒരുക്കം എന്ന് പറയുന്നത് അദ്ദേഹം വീണ്ടും അത് പറയുകയാണ്. He says, of peace and with reason, for inasmuch as he had made mention of warfare and fighting. He shows us that this conflict with the evil spirits we must needs have. This war which we have against them, Aroda Poratam, puts an end to another war, that namely which is between us and God. If we are at war with the devil, we are at peace with God. യുദ്ധം നടത്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി പട്ടാളക്കാർ യുദ്ധത്തിന് വേണ്ടി നമുക്കറിയാം, സൈനികർ പോകുന്നതിന് മുമ്പായിട്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുക്കം ഉണ്ടാകും. അതല്ലാതെ ഒന്നുമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷെ അതിന്റെ ഒരുക്കത്തോട് കൂടി പോയിട്ടുണ്ടെങ്കിൽ അവിടെ വിജയിക്കുവാനായിട്ട് സാധിക്കും. നോമ്പ് നമ്മൾ നോക്കി ചിലപ്പോൾ നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറച്ചിയും മുട്ടയും പാലും ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അച്ഛാ ഞാൻ ഈ വർഷത്തെ നോമ്പ് നോക്കിയത്. ഞാൻ നല്ലൊരു പ്രാർത്ഥിച്ചു, 7 നേരവും പ്രാർത്ഥിക്കുകയും ചെയ്തു, 40 കുമ്പിടില് നടത്തുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറമായിട്ട് നമുക്ക് നോമ്പ് എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു ഒരു ഒരുക്കം എന്ന് പറയുന്നത്. മനസ്സിനെ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അന്ധകാരത്തെ നമുക്ക് നീക്കുവാനായിട്ട് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഈ നോമ്പ് കാലം നമുക്ക് അനുഗ്രഹമായി തീരും. ഇത് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അടുത്ത വർഷവും വരും, അടുത്തതിന്റെ പിന്നത്തെ വർഷം, നമ്മൾ മരിക്കുന്നവരെ ഇതുപോലെ നോമ്പുകാലം വന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ അവസാനം എന്ന് പറയുന്നതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്, നോമ്പുകാലത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് റിസറക്ഷൻ ആണ്, ഉയർപ്പാണ്. ഉയർപ്പ് എന്ന് പറയുന്നത് ചുമ്മാതെ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിക്കില്ല. ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഒരു താങ്ങ് വേണം എഴുന്നേൽക്കുവാനായിട്ട്, അല്ലെ? കെംതോ എന്ന് പറയുന്നത് എന്താണ്? ടു സ്റ്റാൻഡ്, എഴുന്നേൽക്കുകയാണ്. അതാണ് ക്രിസ്തു അങ്ങ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഉയരോടുകൂടി എഴുന്നേൽക്കുക, ജീവനോടുകൂടി എഴുന്നേൽക്കുകയാണ്. ഈ ജീവനോടുകൂടി എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതിന് വേണ്ടതായ ഒരു ഒരുക്കം ഉണ്ടാകും. എന്തിനും ഒരു ഒരുക്കം ഉണ്ടാകും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുക്കമുള്ളത് പോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ, ആത്മീയമായ ജീവിതത്തിൽ നമുക്ക് ഒരു ഒരുക്കം ഉണ്ടാകും. പ്രത്യേകിച്ചും പലരും പറയുന്ന കാര്യങ്ങളുണ്ട്. ചിലർ പറയും, ആ വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ അത് നടന്നില്ല. നമ്മളാരും കൗൺസിലേഴ്സോ അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റോ ഒന്നല്ല. പക്ഷെ ചിലര് സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് ചില ആശ്വാസം ലഭിച്ചു എന്ന് പറയും. അത് കൗൺസിലിംഗ് പഠിച്ചിട്ടൊന്നുമല്ല. ആരും കൗൺസിലിംഗ് പഠിച്ചോ അല്ലെങ്കിൽ സൈക്കോളജിന്റെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടൊന്നല്ല. പക്ഷേ എന്താണ് അവിടെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്? ദൈവവുമായിട്ട് ആഴമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തി ആ ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രകാശം കൊണ്ടാണ് ആ വ്യക്തി പോകുന്നത്. അവിടെ ആ വ്യക്തിയെ പ്രകാശം കൊണ്ട് പോകുമ്പോൾ അവിടെയുള്ള ഇരുട്ടെല്ലാം നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ ഒരു പ്രതീക്ഷിക്കാതെ ഒരു
ഇരുട്ടുമുറിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്ന് അറിയാമോ? നശിച്ച ഇരുട്ട്. എവിടെയും നശിച്ച ഇരുട്ടാണ്. നമുക്കൊരു കേഴ്സാണ്, രാകുകയാണ്, അല്ലെ? ശപിക്കുകയാണ്. പണ്ഡിതന്മാര് പറയുകയാണ്, ഇതുപോലുള്ള ഒരു ഇരുട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശപിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനു വേണ്ട എന്താണ് ചെയ്യേണ്ടത്? ഒരു മെഴുകുതിരിയുമായിട്ട് കടന്നു ചെല്ലുകയാണ് വേണ്ടത്, വെളിച്ചവുമായി കടന്നു ചെല്ലുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നത്. മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഇടവകയിലെല്ലാം സമാധാനം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരുക്കത്തോടു കൂടിയുള്ള കടന്നു വരവാണ്. ഒരുക്കമില്ല എങ്കിൽ എത്ര വലിയ മെത്രാപ്പോലിത്തയായാലും എത്ര വലിയ വൈദികനായാലും ഏതൊരു ഉദ്യോഗത്തിലിരിക്കുന്ന വ്യക്തിയായിരുന്നാലും ഒന്നും ഈ ലോകത്ത് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരുക്കമുണ്ടാകും. പ്രിപ്പറേഷൻ ഇല്ല എങ്കിൽ വി കാൺ ഡു നത്തിങ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഒരുക്കമുണ്ടാകും. അതിനാണ് നമുക്ക് പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, 7 നേരത്തെ നമസ്കാരങ്ങളുണ്ട്, അല്ലേ? 7 നേരത്തെ നമസ്കാരങ്ങളെ 24 മണിക്കൂറുണ്ട്. അതിൽ 7 നേരം നമസ്കരിക്കണമെങ്കിൽ എത്ര നേരം ഇടവിട്ട് പ്രാർത്ഥിക്കണം? എത്ര നേരം ഇടവിട്ട് പ്രാർത്ഥിക്കണം? 3 മണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥിക്കണം, അല്ലേ? 6 മണിക്ക് ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ 6 3 9 മണി. 6 മണിക്ക് സന്ധ്യ, 3 9 മണിക്ക് സൂത്താറ, 3 12 മണിക്ക് രാത്രി നമസ്കാരം, വീണ്ടും 3 ആവുമ്പോ വെളുപ്പിന് 3 മണിയാവും. അന്നേരം മാത്രമേ ഉള്ളൂ പ്രാർത്ഥനയുടെ. പക്ഷേ ആ പ്രാർത്ഥനയുടെ ശക്തി എവിടെ കിട്ടുന്നത്? ഉറക്ക സമയത്തേക്കുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലേ? സൂത്താറ കൂടാതെ ഉറക്ക സമയത്തേക്കുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. അപ്പം കിടന്നുറങ്ങുമ്പോൾ അവിടെ എല്ലാം ഉണ്ടാകണം, നിന്റെ തിരുരക്തം ഉണ്ടാകണം, നിന്റെ മാതാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. അപ്പം വെളുപ്പിന് 3 മണി മാത്രം വിട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും 6 മണി വരും പ്രഭാതം, വീണ്ടും 9 മണി വരും 3-ാം മണി, വീണ്ടും 12 മണി വരും 6-ാം മണി, വീണ്ടും വൈകിട്ട് 3 മണി വരും 9-ാം മണി, വീണ്ടും അടുത്ത ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ 3 മണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥിക്കുന്ന, ഇന്ന് ദേറാകളിൽ പോലും നടക്കാത്ത ഒരു സംഭവമായി മാറി. പണ്ടൊക്കെ ദേറായില് എപ്പോഴാ 3 മണിക്കൂർ ഇടവിട്ട് പ്രാർത്ഥനയുണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ സഭയുടെ എല്ലാം ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ സഭാ നേതാക്കന്മാർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് നമ്മൾ നമ്മൾ അതിനൊരു മുൻതൂക്കം കൊടുക്കുന്നില്ല. വൈദികർ പോലും പ്രാർത്ഥിക്കാത്ത വൈദികരുണ്ട്. വീടുകളില് സന്ധ്യാനമസ്കാരം ഇല്ലാത്ത വീടുകളുണ്ട്. 7 നേരത്തെ നമസ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 3 നേരം പോലും നമസ്കരിക്കാത്ത, 2 നേരം വേണ്ട 1 നേരമെങ്കിലും നമസ്കരിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്ന ഭവനങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തില് നമ്മൾ പ്രാർത്ഥനയിലൂടെ ഒരുക്കം നടത്തണം. ഇവിടെ അപ്പോസ്തലൻ അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ്. നിങ്ങൾക്കറിയാം 18-ാം വാക്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം അദ്ദേഹം പറയുകയാണ്: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ഇന്ന് പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി? പ്രത്യേകിച്ച് അച്ഛന്മാര് പറയുന്നുണ്ട്, അവസാനം കുർബാനയുടെ അവസാനം പറയുന്നുണ്ട്, ഞാനോ ബലഹീനനും പാപിയും ആകുന്ന കർത്തൃദാസനാകുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറയുമ്പോൾ എത്ര പേര്
ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര പേര് ഇന്ന് ആ വൈദികനെ ക്രൂശിക്കാനായിട്ട് എല്ലാവർക്കും ഉത്സാഹമാണ്. പക്ഷെ ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ? ആരും തികഞ്ഞവരല്ല. നോ വൺ ഈസ് പെർഫെക്റ്റ്. പക്ഷേ ഒരു വ്യക്തി നമ്മളോട് താഴ്മയായിട്ട് കണ്ണുനീരോടെ ഒരു കാര്യം പറയുമ്പോൾ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇടവകയിൽ എത്ര വൈദികർ മാറി മാറി പോയിട്ടുണ്ടാകാം. എത്ര പേര് നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. നമ്മൾ എത്ര പേരെ പരിചയപ്പെട്ടിട്ടുണ്ടാകും. അവര് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളോടുള്ള പോരാട്ടത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ച് കവചം ധരിച്ചു വേണം നടക്കുവാനായിട്ട്. പിന്നെ ആർക്കും എന്നെ, ഒരു പൈശാചിക ശക്തിക്കും എന്നെ തോൽപ്പിക്കാനാവുകയില്ല. ഞാൻ യുദ്ധത്തിൽ ഞാൻ എന്നും ജയിച്ചുകൊണ്ടേയിരിക്കും. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും, എത്ര വലിയ രോഗം തന്നാലും അവിടെ പറയാൻ പറ്റും, ഐ ആം ഗുഡ്, ഞാനിപ്പോഴും ഐ ആം ഓക്കെ, എനിക്കൊരു കുഴപ്പവുമില്ല. കാരണം എൻ്റെ കൂടെ ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. അത് പറയാനായിട്ട് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് സാധിക്കണം. ഇന്ന് അതൊന്നും പറ്റുന്നില്ല നമുക്ക്. കാരണം ഇതൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ എന്തൊക്കെയോ നേടുവാനായിട്ട് നമ്മൾ ഓട്ടമാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ പിടിച്ചെടുക്കുവാനായിട്ട് നമ്മൾ ഓടുകയാണ്. പക്ഷേ മറന്നു പോകരുത്, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഇതെല്ലാം നേടിയാലും പെട്ടിയിലാകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. ആകെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമ്മൾ ഈ ലോകത്ത് നേടിയെടുത്ത മറ്റുള്ളവരുടെ സ്നേഹം മാത്രം. ആ സ്നേഹം മാത്രമേ നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വേറെ ഒന്നും നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, കഷ്ടാനുഭവാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങിയാണോ ഇതിലേക്ക് പ്രവേശിക്കുന്നത്? ഒരുക്കമുണ്ട്. നമുക്ക് ഒരുക്കമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും. കൃപകൾ എന്ന് പറയുന്നത് ദാറ്റ്സ് ഫ്രീ, റൈറ്റ്? അത് ഫ്രീയാ. പക്ഷെ അത് ഫ്രീയാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഫ്രീ ആലോ, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതി, ഇങ്ങ് പോന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നുകൊണ്ട് കിട്ടുകയില്ല. ദാറ്റ്സ് ഫ്രീ, ഇല്ലേ? കടയിൽ ഇപ്പൊ എല്ലാ സാധനങ്ങളും ചിലത് ഒന്ന് എടുത്തേണ്ട ഒന്ന് ഫ്രീ ആണ്. പക്ഷെ അവിടെ ചെന്ന് എന്ത് ചെയ്യണം? അതിന് അവരോട് ചോദിക്കണം, ഇല്ലേ? ചോദിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പൊ ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, ദൈവത്തോട് ചോദിക്കാൻ സാധിക്കണം. അത് നമുക്ക് വേണ്ട പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ട്. പക്ഷെ ചോദിക്കുവാനായിട്ട് നമുക്ക് മടി കൂടാതെ ചോദിക്കുവാനായിട്ട് സാധിക്കണം. ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, യാചിപ്പിനെന്നാൽ ലഭിക്കും. ദ ഷുവർട്ടി, ഉറപ്പാണ്. നീ ചോദിക്കുക, നീ യാചിക്കുക, നിനക്ക് ലഭിച്ചിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമായി തീരട്ടെ. ചോദിക്കുന്നത് എന്തും ലഭിക്കുവാൻ തക്ക വിധത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛാ, ഞാൻ കുറെ നാളെ ചോദിക്കുന്നു, ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലേ? ചിലരുടെ പരാതിയാണ്. ഞാൻ പ്രാർത്ഥനയുണ്ട്, നോമ്പുണ്ട്, ഉപവാസമുണ്ട്, കുമ്പിടിലുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് അച്ഛാ, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് നടന്നിട്ടില്ല. 38 വർഷം തളർവാദ രോഗം പിടിച്ച് ബത്സയിദ കുളക്കരയ്ക്ക് കിടന്ന തളർവാദ രോഗിയും ഇത് തന്നെയാണ് ചോദിച്ചത്. ഞാൻ 38 വർഷമായി കിടക്കണം, എൻ്റെ ഇതുവരെയായിട്ടും ഒരു കാര്യം നടന്നിട്ടില്ല. 18 വർഷമായ കൂനിയായ സ്ത്രീ, 12 വർഷം രക്തസ്രാവക്കാരി, എല്ലാം വർഷങ്ങളുടെ കണക്കുകളാണ്. നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ചിലപ്പോൾ 1-2 മാസമായി കാണുള്ളൂ. എന്നിട്ട് നമ്മൾ മടുപ്പാണ്, അല്ലേ? നമുക്ക് മടുത്തു പോവുക, കാര്യം ചോദിച്ചിട്ട് കിട്ടുന്നില്ല. ഇൻസ്റ്റന്റ് എന്താണ് ബ്ലെസ്സിങ്ങിന്റെ കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. ചോദിക്കുക, കിട്ടിയില്ലെങ്കിൽ വിട്ടേക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ. പ്രാർത്ഥന എന്ന് പറയുന്നത് മടുക്കാനുള്ളതല്ല, ഇൻട്രസ്റ്റോടെ വീണ്ടും 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 കിടന്ന് ചെല്ലേണ്ടത്. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങണമെന്ന്
സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിനൊരു അവസരം തന്ന എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അച്ഛന്മാരോടുള്ള സ്നേഹം അറിയിക്കുന്നു. കൊച്ചമ്മമാരോടും ഇത് കേട്ടുകൊണ്ടിരുന്ന ഇത്രയും നേരം കേട്ടാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആത്മീയ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ വശത്തെക്കുറിച്ചാണ് അച്ഛൻ സംസാരിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. തിയററ്റിക്കൽ പോർഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. തിയറി നമുക്കെല്ലാം അറിയാം അല്ലേ? നമുക്ക് അന്യോന്യം സ്നേഹിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും നമ്മൾ പ്രസംഗിക്കുകയും ചെയ്യും. ഞങ്ങൾ അച്ഛന്മാരും അങ്ങനെ പ്രസംഗിക്കാനൊക്കെ മിടുക്കരാ. പക്ഷേ വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ തിങ്? ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഇതാണ് ചോദ്യം. നമുക്ക് പ്രാർത്ഥന പലതരത്തിലുണ്ടല്ലോ അല്ലേ? നമുക്ക് ആത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയുണ്ട്, നിലത്ത് നിന്നിങ്ങനെ ഉയരുന്ന പ്രാർത്ഥനയുണ്ട്, ശബ്ദമുണ്ടാക്കുന്ന ബഹളമുണ്ടാക്കുന്ന പ്രാർത്ഥനകളുണ്ട്. പിന്നെ ചില ആളുകൾ എന്ത് പറഞ്ഞാലും ഇടയ്ക്ക് സ്തോത്രം പറയും. എല്ലാം സ്തോത്രത്താൽ മാത്രം പറയുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പലതരത്തിൽ നമ്മൾ തിയറിറ്റിക്കലായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് എത്രമാത്രം അത് പൂർത്തീകരിച്ചിട്ടുണ്ട്, അതാണ് അച്ഛൻ ചോദിച്ചത്. ആ ചോദ്യം നമ്മളെ എല്ലാവരെയും ഒന്ന് വേദനപ്പെടുത്തണം. ഈ പരിശുദ്ധ നോമ്പിൽ ഇക്കാലം അത്രയും ഈ 40 ദിവസക്കാലം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് കൊണ്ട് നമ്മൾ എന്ത് നേടി? ജീവിതത്തിന്റെ ഭാഗത്തെ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് അതൊരു ഒരുക്കമായിട്ട് മാറിയിട്ടുണ്ടോ? അതായെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി, നമ്മുടെ നോമ്പ് അർത്ഥമുള്ളതായി. അത് പൂർത്തീകരിക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ അച്ഛൻ നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾ സ്വയം ചോദിക്കാനുള്ള, നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കാനുള്ളതാണ്. അതിന്റെ ഉത്തരം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. മറ്റാർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഉത്തരങ്ങളാണ് ഈ ചോദ്യങ്ങൾ. സ്വയം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്തുത്തരം കണ്ടുപിടിച്ചു, അത് ഉത്തരമാണ് നമ്മൾ ഇനി അതിന്റെ ബാലൻസ് ഷീറ്റാണ് നമ്മൾ ഈസ്റ്റർ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി മുൻപോട്ടുള്ള യാത്രയിൽ അതൊരു വഴിയാഹാരമായി മാറാൻ നമുക്കിടയാവണം. പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനും ഈ കഷ്ടാനുഭവ ആഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇനി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ ബലവും ശക്തിയും ദൈവം നമ്പുരാൻ നൽകട്ടെ. ഉയർപ്പിന്റെ എല്ലാ പ്രത്യാശയും പ്രിയപ്പെട്ട അച്ഛനെയും അറിയിക്കുന്നു. ഇടവകയ്ക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ വൈദികരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ വൈദികർക്കും ഉണ്ടാവണം. ശുശ്രൂഷകൾ പൂർത്തീകരിക്കുവാനും അതിൽ ബലപ്പെടുവാനും അഭിമന്യായ എല്ലാ മെത്രാപോലീത്തന്മാർക്കും സഭയിലെ എല്ലാ വൈദികർക്കും ശുശ്രൂഷകർക്കും എല്ലാ ഇടവക ജനങ്ങൾക്കും ഈ വരുന്ന ആഴ്ചകളിൽ ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്പുരാൻ ഇടയാക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവരും അച്ഛന്മാരും പറയും പ്രാർത്ഥിക്കണം എന്ന് പറയും. അച്ഛാ പ്രാർത്ഥിക്കണേ എന്ന് പറയും. വൈദികർക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അവർക്ക് ശക്തിപ്പെടുവാൻ, സഭ മഹത്വപ്പെടുവാൻ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന അതിനും ഉണ്ടാവണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഒരു അനുശോചനം അറിയിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഹ്യൂസ്റ്റണിലെ രാജേഷ് അച്ഛന്റെ ഭാര്യയുടെ സഹോദരി ഇന്ന് വെളുപ്പിനെ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി. ആ കുടുംബത്തെ ദൈവസന്നിധിയിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കുടുംബത്തെയും എല്ലാം ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവിടെ MMVS പേരിലുള്ള എല്ലാ അനുശോചനവും പ്രാർത്ഥനകളും ഈ സമയത്ത് ആ കുടുംബത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സെറാപ്പൊള്ളച്ഛന്റെ പ്രവർത്തനങ്ങളെയും അച്ഛന്റെ ഇടവകയും എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അച്ഛനിൽ കൂടി ദൈവം തമ്പുരാൻ നമ്മളെ കേൾപ്പിച്ച ദൂരും ഒരുക്കത്തോടും എപ്പോഴും പ്രാർത്ഥനയോട് ജാഗരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ അവസരം മാത്രമല്ല, നോമ്പ് കഴിഞ്ഞാലും അത് തുടർന്ന്
ദുഷ്ടശക്തിയോട് എതിർത്ത് നിൽക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിലുള്ള ദുശ്ചിന്തകളോട് പോരാടുവാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനും സൂചിപ്പിച്ചതുപോലെ, അച്ഛനെടുത്ത് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ്റെ കൊച്ചുമ്മയുടെ സഹോദരി സിനോസമ്മയുടെ ആത്മാവിനെ സമർപ്പിക്കുകയും ദുഃഖിക്കുന്ന എല്ലാവർക്കും ആശ്വാസം കൊടുക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വചനപ്രകാരം ബഹുമാനപ്പെട്ട സെറാപ്പച്ചൻ്റെ വചനം പറഞ്ഞതുപോലെ ദുഷ്ടശക്തിയോട് പോരാടുവാനുള്ള കൃപ നോമ്പിന്റെ അവസാനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വേദപുസ്തക വായനയും നമ്മുടെ ഗീതവും നമ്മുടെ പാട്ടും എല്ലാം അതിനെ കേന്ദ്രീകരിച്ചായിരുന്നല്ലോ. പരിശുദ്ധാത്മാവ് ആദ്യോടന്തം വ്യാപരിക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. മൂറോൻ കൂദാശ അനുഗ്രഹപ്രദമായതിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവും മശിഹായും സ്നാനാർത്ഥി ഏറ്റുപറയുന്ന വിശ്വാസത്തിനെ എല്ലാം കുറിക്കുന്നതായ ആ മുറോൻ കൂദാശ ഏതാണ്ട് 11ാമത്തെ വിശുദ്ധ മുറോൻ കൂദാശയായിരുന്നല്ലോ. അതെല്ലാം ഭംഗിയായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധ ബാവ തിരുമേനിയെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും എല്ലാ സഭാ നേതാക്കളെയും ഒരുമിച്ച് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഉയർത്തെഴുന്നേൽപ്പ് നാം കൊണ്ടാടുന്ന സമയത്ത് എല്ലാ സമാധാനത്തിനു വേണ്ടി നമുക്ക് യാചിക്കാം. അഭിമന്യ തോമസ് മാറിവാനീസ് തിരുമേനിയെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. എല്ലാ തിരുമേനിയും ആദ്യം സമർപ്പിക്കുന്നു. അച്ഛനെയും അച്ഛനെയും 2009 മുതൽ മർക്കുമറി സമാജത്തിന്റെ ഭാരവാഹിത്വം വഹിച്ച എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും, ജനറൽ സെക്രട്ടറിമാരെയും, റീജിയണൽ സെക്രട്ടറിമാരെ, യൂണിറ്റ് സെക്രട്ടറിമാരെ, എല്ലാ അംഗങ്ങളെയും ദേവസ്വം സമർപ്പിക്കുന്നു. പ്രയർ എക്സാമിനേഷൻ കോർഡിനേറ്റേഴ്സ്, വിവിധ ഭാരവാഹിത്വം വഹിച്ച എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആനുവൽ കോൺഫറൻസിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ശമാശന്മാർ, സിസ്റ്റർമാർ, അച്ഛന്മാർ, എല്ലാ ആത്മീയ സംഘടനാ നേതാക്കളും, ഓൾട്ടർ ബോയ്സ്, സെമിനേറിയൻസ് എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ യുദ്ധത്തിന്റെ ഈ കാലയളവിൽ ഈസ്റ്ററൊക്കെ വരുമ്പോൾ യുദ്ധം നിർത്തിവെക്കുന്ന സമയമാകുന്നുവല്ലോ. നമുക്ക് ഈ കർത്താവെ നമ്മുടെ ജനത്തോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അബ്രഹാം പിതാവ് നമ്മൾ തന്നെ പാപികളാണ്, ഇപ്പൊ ഒന്നിച്ചു വന്ന ഈ 100 പേര് ഒരുമിച്ച് നമ്മൾ ഒരേ ആത്മാവിൽ നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ താഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുന്ന നോമ്പിന്റെ സമയത്തും പലപ്പോഴും വീണു പോയിട്ടുണ്ട്. ആ വീണടുത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഒരേ ആത്മാവിൽ നമ്മുടെ മധ്യയെ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവിനോട് പൊടിയും ചാരവുമായ ഞങ്ങൾ അവിടുത്തോട് സംസാരിക്കാൻ തുനിഞ്ഞുവല്ലോ ധൈര്യത്തോടെ. അബ്രഹാം പിതാവ് എത്ര നീതിമാന്മാരുണ്ടെങ്കിലും ഓരോ പ്രാവശ്യവും വിലപേശുന്നത് പോലെ ധൈര്യത്തോടെ പാപികളാണെങ്കിലും ഈ യുദ്ധം ചെയ്യുന്ന ദേശങ്ങളിലെ ഭരണാധികാരികൾക്ക് വേണ്ടിയും പകയും വിദ്വേഷവും എല്ലാം മാറ്റി സമാധാനം കാംക്ഷികളാകാൻ, അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി അയൽരാജ്യങ്ങളോട് കരുണ കാണിക്കുവാൻ, അനേകം മക്കൾ, നിഷ്കളങ്കരായ മക്കൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്താതിരിക്കാൻ, പ്രത്യേകിച്ച് ഈസ്റ്ററിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഇതിനൊരു ശമനം ഉണ്ടാകണമെന്ന് നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. വ്യക്തികൾക്ക് സമാധാനം, കുടുംബത്തിന് സമാധാനം, ഇടവക, സഭ, രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തു വന്നാലും ദൈവമേ അവിടുത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയും. നമ്മുടെ ആവശ്യങ്ങളുടെ പട്ടിക നിരത്താനല്ല, എന്തു വന്നാലും അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ നമുക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സിക്കായിരിക്കുന്ന എല്ലാവരെയും ദിവസം സമർപ്പിക്കുന്നു. അഭിഷിക്തരായിരിക്കുന്നവരും അല്ലാതെ എല്ലാവരും കൈവലിച്ചനും വിശു വർഗീസ് അച്ഛൻ, അനിത കൊച്ചുമ, ജെയിംസ്, കുഞ്ഞുമോൻ, സോളി, കി വർഗീസ് അച്ചായൻ, തമ്പി സക്കറിയ, ഇലീഷുബ, ആനി, ഹെലൻ, സിജ, ശാന്ത തോമസ്, ബിജോയ്, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അരുൺ, ഷാനു, ജിയാൻ, ജോയൽ, ജോജി, ലാലു സക്കറിയ, ഇവർക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. അനേകം മക്കളുടെ പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ട്. ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള എല്ലാവരുടെയും അപേക്ഷ കർത്താവ് കേട്ടിട്ടുണ്ട്. സൗഖ്യം ലഭിച്ചവർക്ക് വേണ്ടി സ്തോത്രം പറയുമ്പോൾ സൗഖ്യം ലഭിക്കാനിരിക്കുന്നവരും
ഇപ്പോൾ ഏതവസ്ഥയിലിരുന്നാലും അത് ദൈവകൃപയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും വലിയ കൃപ ലഭിക്കുവാനായിട്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. എല്ലാ മക്കളുടെയും മനസ്സിലുള്ള ശാരീരിക, മാനസിക, ആത്മീയമായിട്ടുള്ള വൈഷമ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ബർത്ത്ഡേ ആയിരിക്കുന്ന ബെസ്ലി തോമസ് ഇവർക്ക് വേണ്ടി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓൾട്ടർ ബോയ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെമിനേറിയൻസ് ആയ ജിതിൻ, ജോയ്, ഏവൽ, സബ് ഡീക്കൻ സോളമൻ, സബ് ഡീക്കൻ റയൻ, സബ് ഡീക്കൻ മാത്യു, അനേകം പേരുണ്ട്. എല്ലാവരെയും സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ദിവസം വായന, പ്രാർത്ഥന, കൂദാശയ്ക്കുള്ള പ്രാധാന്യം, ദൈവാരാധനയ്ക്കുള്ള പ്രാധാന്യം കൊടുത്തും സന്തോഷത്തോടും ധൈര്യത്തോടും മുന്നോട്ട് പോകുവാനും ഡിപ്രഷനും സൂയിസൈഡ് ടെൻഡൻസിയും ഒക്കെ മാറ്റി ഇന്റർനെറ്റിന്റെയും ലഹരിയുടെയും ഒക്കെ അഡിക്ഷനിൽ മാറുവാനും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി ദൈവരാജ്യ മഹത്വത്തിനായി ഓരോരുത്തരും ആയിത്തീരുവാൻ മക്കൾ, കുഞ്ഞുമക്കൾ, ലോകമെമ്പാടുമുള്ളവർ ആയിത്തീരുവാനായിട്ട് നമുക്ക് കണ്ണീരോടെ യാചിക്കാം. ലിഡിയ, മേഘ, ഫേവ, ജോഷായ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. 2 ആൻമാര്, എലിസബത്ത്, 2 ആൽബിറ്റ്, നെയ്തൻ, കാരലിൻ, ഹന, എയ്റൻ, ജസ്റ്റിൻ, എബി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമകാലീന പ്രശ്നങ്ങൾ പലതാണ്. അവയിൽ വലയുന്ന അനേകം മക്കളുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യാത്രയിലിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗുരുക്കന്മാരെ, നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീകൺസ്ട്രക്ഷനായിരുന്ന ചർച്ചസ് കാൽഗറി, എഡ്മണ്ടൺ, ഹ്യൂസ്റ്റൺ, ഡിട്രോയിറ്റ്, അറ്റ്ലാന്റ ഇതിലുള്ള എല്ലാ ചർച്ചസിനെ ഓർത്ത് പ്രാർത്ഥിക്കും. അതിന്റെ പണിയെല്ലാം തീർന്ന് എല്ലാവരും ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവരാജ്യ മഹത്വത്തിനായിട്ടായി തീരുവാനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ശാലേം, ഹന്ന, കാരുണ്യ നിലയം, ആശ്രയം. ഇതുകൂടാതെ അനേകം വോളണ്ടറി സംഘടനകളുണ്ട്. സാമ്പത്തിക ആവശ്യമുള്ള പലരുണ്ട്. പഠനത്തിന്, രോഗത്തിന്, വീട് വയ്ക്കാൻ ഈ വോളണ്ടറി സംഘടനകൾക്കൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ സമയത്ത് നമുക്ക് അവരെ സഹായിക്കാനുള്ള കൃപ. ധനവാന്മാർ ദാനശീലരാകുവാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്നെ തള്ളിപ്പറഞ്ഞു, നിന്നെ ഒറ്റപ്പെടുത്തും ഒക്കെ നമ്മൾ ആയിപ്പോയിട്ടുണ്ടെന്നൊക്കെ ഏറ്റു പറയാം. പല പ്രാവശ്യം വീണ് പോയെടുക്കും. എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ ഇടയാക്കുമെന്ന് പ്രാർത്ഥിക്കാം. ലഡാക്ക്, ശ്രീലങ്ക, ഫിജി, പാപ്പു ന്യൂഗിനി ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും തിരിച്ചു സമർപ്പിക്കുന്നു. അൽബി കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്തോത്രം. ഐഗറിന് വേണ്ടി സ്തോത്രം പറയുന്നു. ദീപ കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ, ജിൻസി, മായ, നീതു, നിയ, നിത്യ, പാറ്റ്സി, പിങ്കി, പ്രീതി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റയ്ക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് അനിലേക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം, കുഞ്ഞുങ്ങൾ ലഭിക്കാതിരിക്കുന്നവരെ ഓർത്ത് സ്തോത്രം പറയുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന സോഹൻ, ഐബൽ, സിറിൽ, ബിന്നി, കാരൾ, ജെറമി, മിന്നു, ടാഷ, ഹെലൻ, താര, നിക്കോൾ, ജഫോസൻ, മറിയ, ജിജ, ടീന. അനേകം മക്കളുണ്ട്. ദൈവമേ, ഇവർക്ക് അവിടുത്തെ ഹിതപ്രകാരം ജീവിത പങ്കാളികളെ തിരഞ്ഞെടുത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയ എല്ലാ ആത്മാക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെ ഇമ്പമുള്ള പർദീസയെ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ സിനു സാമുവേലിന് വേണ്ടി പ്രത്യേകമായി ആത്മാവിനെ സമർപ്പിക്കുന്നു. ഐസക്, ജോൺ, ഗീവർഗീസ് മാർ യൂലിയസ് മധ്യസ്ഥരെ യാചിക്കുന്നു. ആത്മാവിനെ സമർപ്പിക്കുന്നു. ഡെനി, അലക്സ് വർഗീസ് തോമസ് ഈ മക്കളുടെ ആത്മാക്കളെ, അതുപോലെ അഭിഷിക്തർ അല്ലാതുമായ എല്ലാ ആത്മാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നമ്മുടെ നോമ്പിന്റെ തുടക്കത്തിലും അവസാനത്തിലും പ്രത്യേകിച്ച് ഈ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആത്മാക്കളെ നാം സമർപ്പിക്കുന്നതാണല്ലോ. നിരപ്പിന്റെ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുന്നതാണല്ലോ. എല്ലാം ദൈവസന്നിധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മറിയാമ്മ മാത്യു ആണ് പ്രാർത്ഥിക്കുന്നത്. മറിയാമ്മ മാത്യുവിനെ കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മറിയാമ്മ മാത്യു പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമല്ലോ അല്ലയോ? കേൾക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും മനസ്സിലുള്ളവനായ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, ഈ പകൽക്കാലം ഇവിടെ ഞങ്ങൾക്ക് ഒരുമിച്ച്
നിന്റെ സന്നിധിയിൽ തലകൾ വണക്കിയിരിപ്പാനും നിന്റെ വചനം വായിപ്പാനും കേൾപ്പാനും പാടുവാനും സ്തുതിപ്പാനും തന്ന അവസരത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നിന്നെ ആരാധിപ്പാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും തക്കത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. കർത്താവെ, അവിടുന്ന് കരുണയും കൃപയുമുള്ള ദൈവമാകുന്നു. നിന്നെ വിളിക്കുന്ന മക്കളെ കൈവിടാത്തവനും ഉപേക്ഷിക്കാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ഉറച്ച് അന്തിമരെയും ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. നാഥാ, ഞങ്ങൾ പാപികളും ദോഷികളുമാണ്, തെറ്റുകാരും കുറ്റക്കാരുമാണ്. വന്നു പോയിട്ടുള്ള കുറവുകൾ, കുറ്റങ്ങൾ ഒന്നും ഞങ്ങളോട് കണക്കിടല്ലേ. അവയൊക്കെയും നിന്റെ ക്രൂശിലെ രക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ള കർത്താവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനായി ഉണ്ടെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൽ ഓരോ ദിവസവും ഞങ്ങളെ നടത്തണമേ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഓരോരുത്തരെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ കുഞ്ഞുങ്ങളെയും, പിഞ്ചു കുഞ്ഞുങ്ങളെയും എല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് കൽപ്പിച്ച കർത്താവേ, ആ വചനത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് നിന്റെ വാതിൽ മുട്ടുന്നു. മുട്ടിപ്പായി നിന്നോട് അപേക്ഷിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകുന്നു. വാതിൽ തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളയണമേ. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ, മടുത്തു പോകാതെ എൻ്റെ ദൈവമേ നിന്നോട് യാചിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളെ വചനം സംസാരിച്ച നിന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അച്ഛനെ അനുഗ്രഹിക്കണമേ. കർത്താവേ, കൂടുതൽ നിന്റെ വചനം സംസാരിപ്പാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ആരോഗ്യവും ബലവും നിന്റെ മകന് കൊടുക്കണമേ. പിതാവേ, എല്ലാം ഞങ്ങൾ കേൾക്കുന്ന വചനം 30, 60, 100 മേനിയായി വിളയുവാനിടയാക്കണമേ. കർത്താവേ, നിന്റെ പീഡാനുഭവം ഉയർപ്പം കൊണ്ടാടുവാനുള്ള ഈ ഒരുക്കത്തിന്റെ ഈ ദിവസങ്ങളിൽ പഴയ മനുഷ്യനെ ക്രൂശിപ്പാനും പുതിയത് സ്വീകരിപ്പാനും ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അനുഗ്രഹിക്കണമേ. തെറ്റായ കൂട്ടുകെട്ടിലൊന്നും പോയി വീഴാതെ അവർ നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ, നിനക്ക് പ്രയോജനമുള്ളവരായി, മാതാപിതാക്കൾക്ക് അനുസരണമുള്ളവരായി, ദൈവഭയമുള്ളവരായി വളരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പേരുകൾ വായിച്ച എല്ലാ വ്യക്തികളെയും ഓരോരുത്തരെയായി നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും പങ്കുചേരുകയും ഞങ്ങളുടെ സന്തോഷങ്ങളെയും സന്താപങ്ങളെയും ഞങ്ങളുടെ പരമമായ നന്മയ്ക്കായി തീർക്കുകയും ചെയ്യുന്ന കർത്താവായ യേശു മിശിഹ, രോഗത്താലും അവശതയിലും ഇരിക്കുന്ന ഈ നിന്റെ മക്കളെ നീ തൃക്കൺ പാർക്കണമേ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാനും അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും നിന്റെ മക്കൾക്ക് ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപനിമിത്തവും അല്ലാതെയും രോഗങ്ങൾ വരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നപ്പോ അവിടുന്ന് ഞങ്ങൾ സ്വയം പരിശോധനയുടെയും സമർപ്പണത്തിന്റെയും അവസ്ഥയിൽ കർത്താവേ ഈ കാലഘട്ടത്തെ ഉപയോഗിക്കുവാൻ നിന്റെ മക്കൾക്ക് സഹായിക്കണമേ. രോഗാവസ്ഥയിൽ കൂടെ അവിടെ നിങ്ങൾക്ക് ആത്മശുദ്ധീകരണം നൽകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി വിനയത്തിലും പ്രത്യാശയിലും നിറയുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. അവിടുന്ന് സാക്ഷാൽ ഉത്തമ വൈദ്യനും ആത്മശരീര മനസ്സുകളുടെ എല്ലാ രോഗങ്ങളെയും നിഷ്പ്രയാസം മാറ്റുവാൻ പ്രാപ്തനുമാകയാ. കർത്താവേ, ബലഹീനതയിൽ സ്ഥിതി ചെയ്യുന്ന രോഗത്തിൽ വീണിരിക്കുന്ന നിന്റെ കരുണയിൽ അഭയം തേടുന്നവരെ നീ തൃക്കൺ പാർക്കണമേ. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്ന അപേക്ഷ അവിടുന്ന് കൈക്കൊള്ളണമേ. കർത്താവേ, അവിടുന്ന് വാതിൽ തുറക്കണമേ. മുട്ടുന്നവരെ നീ വാതിൽ തുറന്ന് സൗഖ്യം നൽകണമേ. കർത്താവേ, രോഗം ബാധിച്ചു നിന്ന് സൗഖ്യം വാഞ്ചിക്കുന്ന ഈ നിന്റെ മക്കളെ നീ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, അനേകായിരങ്ങളുണ്ട് രോഗക്കിടക്കയിലെ ദൈവമേ. അവിടുന്ന് കനാന സ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് നീ അവളുടെ മകൾക്ക് സൗഖ്യം നൽകി. അവർ കട്ടില് കർത്താവേ, പക്ഷപാത രോഗിയെ നീ കട്ടിലോ എടുത്തുകൊണ്ട് പോവാനും സൗഖ്യം നൽകി. കർത്താവേ, അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ച് വിശ്വാസത്തോടെ തിരുസന്നിധിയിലേക്ക്
സൗഖ്യം രാജുവിന്റെ തിരുസന്നിധിയിലേക്ക് വരുവാൻ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ, വിശ്വാസപൂർവ്വം ഞങ്ങളുടെ എല്ലാ രോഗികളെയും തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാ. നീ നല്ല വൈദ്യനും പ്രാർത്ഥന വൈദ്യനും ഔഷധവുമാകുന്നു. സർവയാശ്വാസവും നൽകുന്ന പരിപാലകനെ, തൃക്കൈവേലയാകുന്ന നിന്റെ മക്കളിൽ കനിവ് തോന്നണമേ, മനസ്സലിവ് തോന്നണേ. നീ നിന്നെ തൊട്ടൊരു ആരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. നിന്റെ വാചനമായ സൗഖ്യം നൽകണമേ കർത്താവേ. അവിടുന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ സഹായിക്കാൻ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക്, നിന്റെ അദൃശ്യകാര്യങ്ങൾ തൊട്ട് സൗഖ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ചമ്മാച്ചന്മാർ, സൂഷകന്മാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് കൂടുതൽ എല്ലാവരെയും അനുഗ്രഹിക്കണേ. പ്രായമായ കുഞ്ഞുങ്ങളെ നീ കാക്കണേ കർത്താവെ. അവർക്ക് യോജിച്ച തുണയെ, തക്ക സമയത്ത് കൊടുക്കണമേ കർത്താവെ. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വന്തം മക്കളെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖത്താലും ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. നീ വിടുതലിനെ നൽകണമേ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ബുദ്ധി ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. നല്ല ഭാവി എല്ലാവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തക്ക സമയത്ത് അവരവർക്ക് ജോലി അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോ അവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. വിഷമത്തിലിരിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോ ലോകത്തിന് സമാധാനം നൽകണമേ അപ്പാ. നിനക്ക് മാത്രമേ കഴിവുള്ളൂ ദൈവമേ. എത്രയോ നിരപരാധികൾ കൊല്ലപ്പെടുന്നപ്പോ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ അപ്പാ. നിന്റെ കരങ്ങൾ നീട്ടി കർത്താവേ എല്ലാത്തിനും ഒരവസാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ എൻ്റെ നാഥാ, ഈ സമയം ദൈവമേ നിന്റെ സന്നിധിയിൽ വന്നിരുന്ന് ഞങ്ങൾ നിന്നോട് കൂടെ കർത്താവേ നിന്റെ വചനം കേൾപ്പാനും ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു. എത്ര സ്തുതിച്ചാലും മതിയാകയിൽ അവിടുന്ന് തരുന്ന അനുഗ്രഹങ്ങൾ കർത്താവേ. നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ നീ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ലെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. ആ പരിപൂർണ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. നല്ല വിശ്വാസത്തെ തരണേ കർത്താവേ. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ കൂടി വരവിനെ നീ കൂടുതൽ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ കൃപകളെ കൊണ്ട് നിറയ്ക്കണേ. നിന്റെ കൃപയും കരുണയും മാത്രം മതിയപ്പാ. നിന്റെ വരവേറ്റടുത്തിരിക്കുന്നതായി സമയത്ത് കർത്താവേ നിന്റെ വരവിനായി ഒരുക്കത്തോടെ ഇരിപ്പാൻ ഏത് സമയത്ത് എൻ്റെ കർത്താവ് എന്ന് വിളിച്ചാലും അടിയങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളക്കിൽ എണ്ണയുള്ളവരായ കന്യകമാരെ പോലെ നിന്നെ എതിരേൽപ്പാൻ കർത്താവേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വരുമ്പോൾ നിന്റെ ജീവന്റെ പുസ്തകം തുറക്കുമ്പോൾ കർത്താവേ ആ പുസ്തകത്തിൽ അടികളുടെ പേര് എഴുതപ്പെടുവാൻ ഇടയാക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് നിന്റെ വചനത്തിൽ പറഞ്ഞു കർത്താവേ. ഞങ്ങൾ കർത്താവ് നിന്റെ വരവിനായി ഒരുക്കത്തോടെ ഇരിപ്പാൻ ഓരോ സമയത്ത് ഒരുക്കമുള്ള പ്രത്യാശയുള്ളവരായി ഇരിപ്പാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ അതാ വീണ്ടും ലോകസമാജത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോ കനിവ് തോന്നണമേ, കൃപ തോന്നണമേ കർത്താവേ. എൻ്റെ ദൈവമേ, നേതാക്കൾക്കും ഒക്കെ നല്ല മനസ്സിനെ കൊടുക്കണേ കർത്താവേ. നീ എല്ലാം അറിയുന്ന ദൈവമാകുന്നു. അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, നീ കാത്ത് ബലപ്പെടുത്തണമേ, നടത്തണമേ കർത്താവേ. നഴ്സിംഗ് ഹോമിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണേ. ആയിരങ്ങളുണ്ട് കർത്താവേ രോഗക്കിടക്കയിൽ. ദൈവമേ നീ വിടുതലിനെ നൽകണേ. കിടത്തി കഷ്ടപ്പെടുത്തരുതേ, ആർക്കും കഷ്ടത കൊടുക്കരുതേ. ആരും കഷ്ടപ്പെടുന്നെന്ന് കേൾക്കാനിടയാക്കല്ലേ കർത്താവ്. അവിടുന്ന് എഴുതേപ്പിച്ച് അന്ത്യത്തോളം എഴുതേപ്പിച്ച് നടത്തണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും വീണ്ടും ഓർത്ത് പ്രാർത്ഥന, അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം നീ അനുഗ്രഹിക്കണേ എൻ്റെ കർത്താവേ. ഞങ്ങളുടെ എലിസബത്ത് ടീച്ചറിനായി സ്തോത്രം കർത്താവേ. നിന്റെ മകൾക്ക് കർത്താവേ ഇതൊക്കെ നടത്തുവാനും എല്ലാ കഴിവും പ്രാപ്തിയും ആരോഗ്യം അവിടുന്ന് കൊടുത്തതിനായി സ്തോത്രം. വീണ്ടും അനുഗ്രഹിക്കണമേ, കാക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ എല്ലാ കൃപകളെ കൊണ്ട് അടിങ്ങളെ പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദിയോടെ സ്തോത്രം. ചോദിച്ചതിലും അധികമായ കൃപകളെ കൊണ്ട് അടിങ്ങളെ നിറച്ചു കൊള്ളണമെന്ന് യേശുരക്ഷകന്റെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസം നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും
ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 മേരി ചാക്കോ. Glory to the triune God. First and foremost, I thank God Almighty for blessing us and bringing us together for our Friday MMBS fasting prayer led by Detroit region. It is only by His grace that this time of prayer and fellowship becomes so meaningful. We express our heartfelt gratitude to His grace, Dr. Thomas Mar Evanios, for his prayers, blessings, and constant guidance. We are deeply thankful to our Vice President, Reverend Father Abraham, for his support and presence. We are grateful to Reverend Father Zara Paul for sharing today's devotional message. Achan's words that seeking the prayer of the faithful strengthens us spiritually. He beautifully emphasized that fasting and prayer are not mere rituals, but powerful tools for inner transformation. Reminds us that through the disciple of the fast, we may live in the light of Christ, upcoming victory over death. A special word of appreciation to our office bearers, our General Secretary Shini Kodian Lejo, and our Treasurer Sheena Punus for their dedicated work behind the scenes. We also thank Elizabeth Ante, our prayer coordinator, who faithfully leads us every Friday with such devotion. We greatly acknowledge all the ladies who participated today. Rusi Prasad, Princey Samuel, and Kunyumal Panikar, who read the Bible. Chindurajan and Sheba George, who blessed us with songs. And Mariama Matthew, who led us in the intercessory prayer. Thank you for your time, your commitment, and your heartfelt participation. May God bless each one of you who joined today, and may His peace and grace rest upon your families. Thank you.